നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ശക്തമാക്കി UDF. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് നടക്കുന്ന 4 പഞ്ചായത്ത് കൺവെൻഷനുകളിൽ പങ്കെടുക്കും. PV അൻവറുമായുള്ള തർക്കം പരിഹരിക്കാൻ മുസ്ലിം ലീഗ് ശ്രമം തുടരുന്നു. CPIM സ്ഥാനാർത്ഥി ചർച്ച അന്തിമ ഘട്ടത്തിൽ. മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി BJPയിൽ നിന്നാണോ BDJSൽ നിന്നാണോ എന്ന് ഇന്നറിയാം. ശാന്തകുമാർ വെള്ളാലത്തുണ്ട് വിവരങ്ങളുമായി. ശാന്തകുമാർ, എന്തൊക്കെയാണ് മണ്ഡലത്തിലെ നിലവിലെ സ്ഥിതിഗതികൾ? UDF പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നുവെന്ന് മനസ്സിലാകുന്നു. അൻവറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ എവിടം വരെയായി? സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ LDFൽ എങ്ങനെ നടക്കുന്നു? വിശദാംശങ്ങൾ. അഖില, നിലമ്പൂർ മണ്ഡലത്തിൽ UDFന് മാത്രമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുള്ളത്. സ്ഥാനാർത്ഥി പ്രചരണവും ആരംഭിച്ചിട്ടുള്ളത്. 2 ദിവസമായി പ്രചരണം തുടങ്ങി. ഇന്നലെ മുതൽ തന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാം മണ്ഡലത്തിലുണ്ട്. ഇന്ന് 4 പഞ്ചായത്ത് കൺവെൻഷനുകളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ മണ്ഡലത്തിൽ പ്രചരണം ശക്തമാക്കുക തന്നെയാണ് UDF. അതോടൊപ്പം ഈ പ്രചരണം ശക്തമാവുന്നതിനോടൊപ്പം തന്നെ വെല്ലുവിളിയായി, പ്രതിസന്ധിയായി അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്നു. അൻവറുമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ സാന്നിധ്യത്തിലാണ്, നേതൃത്വത്തിലാണ് ആ ചർച്ചകളെല്ലാം തുടരുന്നത്. അവയെല്ലാം രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്നലെ രാത്രിയിലും ലീഗ് നേതാക്കളുമായി സംസാരിക്കുമ്പോഴും അവരുടെ ഒരു പ്രതീക്ഷ. എന്തായാലും കോൺഗ്രസ് കടുത്ത നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിച്ചു നിൽക്കുന്നത്. അത് പരിഹരിക്കണമെങ്കിൽ അൻവർ സമന്വയം പാലിക്കണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് നിലനിൽക്കുന്നത്. അൻവർ ആണെങ്കിൽ തീർത്തും പ്രകോപിതമായ പരാമർശങ്ങളും പ്രസ്താവനകളുമായി വീണ്ടും രംഗത്ത് പലതവണ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ വീണ്ടും അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ വീണ്ടും വ്യക്തമാക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ അൻവറും UDFും തമ്മിലുള്ള പ്രശ്നം തുടരുക തന്നെയാണ് ഇപ്പോഴും. അത് പരിഹരിക്കാനുള്ള ശ്രമവും അതുപോലെ തന്നെ ലീഗിൻ്റെ നേതൃത്വത്തിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. CPMലാണെങ്കിൽ CPMന്റെ മണ്ഡലം കമ്മിറ്റി യോഗം ഇന്നലെ നടന്നിരുന്നു. മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ചില പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവയെല്ലാം സംസ്ഥാന കമ്മിറ്റിയുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ പ്രഖ്യാപനം. ഇന്നലെ തന്നെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. നേരത്തെ മത്സരിച്ചിട്ടുള്ള തോമസ് മാത്യു, അതുപോലെ തന്നെ ഷെറോണ റോയ് തുടങ്ങിയവരുടെ പേരും ഒപ്പം തന്നെ DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീറിന്റെ പേരും സജീവ പരിഗണനയിൽ തന്നെയാണ്. അതിനപ്പുറം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാവാനുള്ള സാധ്യതയും CPMനെ സംബന്ധിച്ചിടത്തോളം തള്ളിക്കളയാൻ കഴിയില്ല. BJP ആണെങ്കിൽ BJP NDAയുടെ ആര് സ്ഥാനാർത്ഥിയാവണമെന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. BJP മത്സരിക്കേണ്ടതില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റിന്റെ അഭിപ്രായം നിലനിൽക്കുമ്പോൾ BDJSനെ മണ്ഡലം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. BDJS പക്ഷേ ഇത് സ്വീകരിക്കണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുന്നുണ്ട്. അവയെല്ലാം ഇന്ന് അതിനൊരു പരിഹാരമുണ്ടാവും, അല്ലെങ്കിൽ ഒരു തീരുമാനമുണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലമ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. സ്ഥാനാർത്ഥി UDFന് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളൂ എങ്കിലും മറ്റ് രാഷ്ട്രീയ മുന്നണികളെല്ലാം, മറ്റ് ഇടതാണെങ്കിലും അതുപോലെ തന്നെ NDA ആണെങ്കിലും അവരുടെ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. അഖില, ശരി, UDF പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. അൻവർ ഇന്ന് മാധ്യമങ്ങളെ കാണും. LDF സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് NDAയുടെ സ്ഥാനാർത്ഥിയെ അറിയാം. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്.